തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയാണെന്ന് CPI സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് പരാമർശം. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലെ പോരായ്മ, ശബരിമല വിഷയം, ന്യൂനപക്ഷ ഏകീകരണം, ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിച്ച് നടത്തിയ പ്രസ്താവനകൾ എന്നിവ പരാജയ കാരണമായെന്നും റിപ്പോർട്ടിലുണ്ട്. LDF-നൊപ്പം നിന്നിരുന്ന വിവിധ വിഭാഗങ്ങൾക്ക് സർക്കാരിനെതിരെ ശക്തമായ വിമർശനമുണ്ടെന്നും CPI വിലയിരുത്തുന്നു. TV പ്രസാദ് വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിച്ചത് പിണറായി വിജയൻ, CPI ആരോപണം നേരിട്ടുന്നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം പിണറായി വിജയൻ എന്ന വിലയിരുത്തലിലേക്കല്ലേ CPI എത്തിയിരിക്കുന്നത്? പ്രസാദ്, അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും ശ്രുതി. കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയാണ് തോൽവിക്ക് കാരണമെന്ന് പ്രത്യേകം പറയുകയാണ് CPI. മാത്രവുമല്ല, കഴിഞ്ഞ കുറേ നാളുകളായുള്ള സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെടുന്ന പല വിവാദ വിഷയങ്ങളും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി എന്ന് തന്നെയാണ് CPI വിലയിരുത്തുന്നത്. പ്രധാനമായും ശബരിമല വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ന്യൂനപക്ഷത്തെ പൂർണ്ണമായി പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്ന് അകറ്റാനുള്ള രീതിയിലേക്ക് ചില കാര്യങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം CPI റിപ്പോർട്ടിന്റെ ഭാഗമായുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ പരസ്യമായി പല വിഷയങ്ങളിലും നേരത്തെ തന്നെ CPI എതിർപ്പ് ഉയർത്തിയതുമാണ്. നമുക്കറിയാവുന്നതുപോലെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ADGP MR അജിത് കുമാറിനെതിരായ വിഷയം ഉൾപ്പെടെ PM ശ്രീയിൽ മന്ത്രിമാർ ഉൾപ്പെടെ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്ന തീരുമാനമടക്കം പലതും പരസ്യമായി തന്നെ CPI രേഖപ്പെടുത്തിയതുമാണ്. അതിന് പിന്നാലെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഈ രീതിയിലുള്ള പരാജയത്തിന് കാരണം പരമ്പരാഗതമായി LDF-ന് വോട്ട് ചെയ്യുന്നവർ അതിൽ നിന്ന് മാറി എന്നുള്ളതാണ്. ന്യൂനപക്ഷത്തിന്റെ ഏകീകരണം അത് LDF-നും സർക്കാരിനും എതിരായി ഉണ്ടായി എന്നാണ് CPI വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് എന്നുള്ളതാണ് CPIയുടെ വിലയിരുത്തൽ. പക്ഷേ പരസ്യമായി CPIM അത് പറഞ്ഞില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഒരു തരത്തിലും ഭരണവിരുദ്ധ വികാരമല്ലെന്നും പ്രാദേശികമായ അതാത് വിഷയങ്ങളായിരിക്കാം എന്ന രീതിയിലൊക്കെയാണ് CPIM-ന്റെ ഒരു പൊതു വിലയിരുത്തൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോയതെങ്കിൽ അതല്ല, ഭരണവിരുദ്ധ വികാരം തന്നെയാണെന്നാണ് മുന്നണിയിലെ ശക്തമായ രണ്ടാമത്തെ പാർട്ടിയുടെ അഭിപ്രായമായി മുന്നോട്ട് വയ്ക്കുന്നത്. ഉറപ്പായും അത് നേരത്തെ ശ്രുതി ചോദിച്ചതുപോലെ സ്വാഭാവികമായി സർക്കാരിനെതിരായുള്ള ഒരു വികാരം, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ വികാരം എന്ന നിലയിൽ തന്നെയാണ് CPI അതിനെ വിലയിരുത്തുന്നത്. ശ്രുതി, ശരി. നേരത്തെ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സമാനമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ സംസ്ഥാന സമിതിയിൽ ഉയർന്ന വിമർശനത്തിന്റെ വിശദാംശങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഇടവേളയിലേക്ക്.